കഥയുടെ ആ ഭാഗം അച്ചായന് ഫീൽ ചെയ്തു. അച്ചായ, യഥാർത്ഥ ഫീല് 8ാമത്തെ സീൻ മുതലാണ് തുടങ്ങുന്നത്. താങ്ക് യു അച്ചായ, താങ്ക് യു. കണ്ട, തുടക്കത്തിൽ തന്നെ ഷേക്ക് ഹാൻഡ് കിട്ടുന്നത് കണ്ട. ഇങ്ങനെ കഥ പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കങ്ങ് കൊല്ലടാ. മേലാൽ ഈ മാതിരി കഥകളുണ്ട് എന്റെ പടി കടന്നു പോരുത്. നിന്റെ കൈ ഞാൻ വെട്ടും. അയ്യോ അച്ഛൻ, എന്റെ കഥയുടെ ഡെപ്ത് മനസ്സിലാവാത്തോണ്ടാ. എന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ അതെടുത്ത് അങ്ങോട്ട് കാണിച്ചോട്. എന്തോ ആ പൂനെന്ന് കിട്ടിയ മണല്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് നാണക്കേട് ഉണ്ടാക്കുന്ന നീയൊക്കെ നോക്ക്. വ്യക്തമായ കഥയും തിരക്കഥയും തയ്യാറായിട്ട് ഞാൻ പടം പിടിക്കും. അങ്ങനെ ചെയ്യാവൂ. തന്റെ സ്ക്രിപ്റ്റിൽ എനിക്ക് പ്രതീക്ഷയില്ല. തനിക്ക് ഈ പണി നല്ലതല്ല, അറിയില്ല. എടോ നോക്ക്, ആധാരം എഴുത്തല്ല തിരക്കഥ രചന. തനിക്ക് ഭാവനയില്ല, ജീവിത അനുഭവവും ഇല്ല. നമുക്ക് വേറെ കഥ നോക്കാം. കൺട്രോളറെ, താനിത് ഇടപെടണ്ട. അച്ചായ, ഞാൻ 12 പ്രാവശ്യം തിരുത്തി തിരക്കഥയത്. 10,000 പ്രാവശ്യം തിരുത്തിയാലും ഒരു പ്രയോജനം ഇല്ല. താൻ പോയേ. രാവിലെ അച്ചായന്റെ 3 മണിക്കൂറാണ് തൊലച്ചത്. ചില പാലം നടത്തിയിട്ടില്ല. ലൂക്കോസേ, എനിക്ക് വല്ലതും വിളമ്പി വെക്കടാ. ഇതൊന്ന് പിടിച്ചാട്ടെ. ഇനി ഇതുപോലെ മെനക്കെടുത്താൻ വന്ന ആ പട്ടി അഴിച്ചു വിടണം. എന്നാ കഥ പറഞ്ഞ അതിനെ കൊല്ലാൻ നീ ഇരുന്ന് വിഴുങ്ങ്. സുശീല, നീ നോക്കൂ. ഈ വൈശാഖൻ ഈ അച്ചായനെ കൊണ്ട് തന്നെ പടം പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ഈ വർഷം തന്നെ ഞാൻ ഡയറക്ടർ ആവുകയും ചെയ്യും. ആവണം സാറേ, എത്രയും പെട്ടെന്ന് തന്നെ സാറ് ഡയറക്ടർ ആവണം. ഈ മലയാളികൾ കുറെ അനുഭവിക്കണം. ഇനിയിപ്പോ ആരും കേൾക്കൂലല്ലോ. ചോദിക്കുന്നുണ്ട്, വിഷമം തോന്നരുത് സാറേ. സാറിന് വിശ്വാസമുണ്ടോ ഈ കഥ വെച്ചൊരു പടം ചെയ്യാൻ പറ്റുമെന്ന്? സുശീല, നോക്ക്, ഡ്രൈവറുടെ പണി നടത്തിയാൽ മതി കേട്ടോ. ഡ്രൈവർമാരും തൊഴിലാളികളും ഒക്കെയാ പടം കാണാൻ വരുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. വണ്ടി എടുക്കടാ. ഓ എന്നെ ഇറക്കിയിട്ട് വണ്ടി സർവീസ് സെന്റർ ഒന്ന് കാണിക്കണം. കാറിന് AC കുറവാണെന്ന് തോന്നുന്നു. സാർ കഥയിൽ പറയുന്നത് ജീവിതത്തിന്റെ പരിക്കൻ ഭാവങ്ങൾ. കാറിൽ അല്പം AC കുറഞ്ഞു കഴിഞ്ഞാൽ വെപ്രാളം. നോക്കി എടുക്കടേ. സാർ, ഇവിടെ വരുന്ന പേപ്പർ അതാത് ദിവസം തന്നെ രജിസ്റ്റർ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട സാർ. അത് പക്ഷേ പറഞ്ഞില്ലേ, ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. സാർ, ഇനി അത് ആവർത്തിക്കില്ല സാർ. ഞാൻ കൺസേൺ പേഴ്സൺ ഇന്ന് തന്നെ മെമ്മോ കൊടുത്തോളാം സാർ. സാർ, ഞാൻ ഹായ് സാർ. ആ എത്തിയോ? മാറ്റിന് സിനിമ കാണാമെന്നാ. എന്താ സാർ? എന്താന്നോ? കേക്ക. വൃത്തികേട് സാർ. എന്താന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇത്രയും കേട്ടിട്ട്? താൻ ഫയൽ സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് കളക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടിയ തെറിയും ശകാരവുമാണ്. താനോടെ കേട്ടോട്ടെ എന്ന് വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാ. ഇന്നലെ വന്ന നിയമസഭാ ചോദ്യങ്ങളുടെ മറുപടി താൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. തന്നെ കൊണ്ട് ഞാൻ മടുത്തു. ഇന്ന് തന്നെ തനിക്ക് ഞാൻ മെമ്മോ ഇഷ്യൂ ചെയ്യും. മെമ്മോ ആക്കണ്ട സാർ, അങ്ങ് പിരിച്ചു വിട്ടേക്കണം. സാറിന് അറിയാമല്ലോ, ബേസിക്കലി ഞാനൊരു കലാകാരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗം ഞാൻ ചുമക്കുന്ന ബാധ്യതയാണ്, അച്ഛനോടുള്ള ബാധ്യത. എനിക്ക് സിനിമയോട് മാത്രമേ കമ്മിറ്റ്മെന്റ് ഉള്ളൂ. ഓഫീസിലെ ഒരു സെക്ഷൻ നേരെ ചൊവ്വെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത താൻ എങ്ങനെയാടോ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ? എടോ, ജീവിതം മനസ്സിലാക്കിയവനെ ഒരു കലാകാരനാകാൻ പറ്റും. ഏതായാലും അടുത്ത ആഴ്ച കളക്ടറേറ്റിൽ നിന്ന് ഇൻസ്പെക്ഷൻ ഉറപ്പാ. അതോടെ തനിക്ക് ഫുൾ ടൈം കലാകാരനാകാം. ഒന്നുകിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സസ്പെൻഷൻ. ആയിക്കോട്ടെ സാറേ. സാറിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്കണം, എന്നിട്ട് പറ. സാർ, ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയും. തന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കഥ പറയരുതെന്ന്. അവന്റെ ഒരു ഓപ്പണിംഗ് ഷോട്ട് താനൊന്ന് ഒപ്പിട്ടേച്ച് പൊക്കോളാവോ? മെമ്മോ തയ്യാറാക്കി ഞാൻ അങ്ങോട്ട് കൊടുത്തു വിട്ടേക്കാം. ഓ, ഇവനെയൊക്കെ ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ലക്ഷ്മി. പടം എന്നാ സാർ റിലീസ്? കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതൊക്കെ കണ്ട സിനിമാക്കാർ സാധാരണക്കാരനൊരു അകലം സൃഷ്ടിക്കുന്നത്. മര്യാദയ്ക്ക് പെരുമാറാനും സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഈ ഗോഡൌണിൽ നിങ്ങളുടെയൊക്കെ ഇടയിൽ വന്നിരുന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല.
ഒരു പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞാൽ അപ്പം ഞാനിതെല്ലാം കളഞ്ഞിട്ട് പോകും. പിന്നെ എല്ലാം പ്രൊഡ്യൂസർ അനുഭവിച്ചോളൂ. പറഞ്ഞോ. അതേ, സിനിമാക്കാരുടെ എല്ലാം കരിയോഗ്രാഫിന്റെ തുടക്കത്തില് ഇതിനേക്കാൾ വലിയ കളിയാക്കലുകൾ അനുഭവിച്ചിട്ടുണ്ട്. ലക്ഷ്മി കണ്ടോ, ഞാൻ സ്റ്റോറി ബോർഡ് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഒന്നും നോക്കി. എന്റെ വൈശാഖൻ സാറേ, ഞാൻ അല്പം തിരക്കില്ല. ബാലകൃഷ്ണൻ എന്തോ നിന്നോ. രാജീവേ, കഥ പല പ്രൊഡ്യൂസർമാരെ കൊണ്ട് കാണിക്കും സാറേ, എനിക്ക് വേറെ പണിയുണ്ട്. നോക്കണോ, കലാബോധമില്ലാത്ത വർഗങ്ങള്. എടാ മാപ്പ് പറയടാ. എന്താ ശിവ ഈ കാര്യത്തിൽ ഇടപെടരുത്. എടാ മാപ്പ് പറയടാ. എടാ ഏറ്റവും വിട്ട് മാപ്പ് പറയടാ. കാര്യം പറയണോ? ഹംസക്കയുടെ കടയിൽ വെച്ച് ആറ് വയസ്സാകട്ടിന് കളിയാക്കി സിനിമ പിടിക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു. എല്ലാരും ചിരിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഒന്ന് ചിരിച്ചു. അതിനാ ഇങ്ങനെ. എടാ ഇത് കൂടെ ചിരിച്ചവന്മാർക്കുള്ളതാ. ഇതാ നോക്ക്, ചിരിച്ചവന്മാരുടെ പോയി പറഞ്ഞേക്ക്. അവസാന ചിരിച്ചിരിക്കുന്ന ഈ വൈശാഖനായിരിക്കും. നീയൊക്കെ എന്റെ പടത്തിന് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്ന കണ്ടിട്ടുള്ളൊരു ചിരി. നീ ഇപ്പൊ ഉള്ളി ചിരിച്ചില്ലടാ. അമ്മയാണ് ചിരിച്ചില്ല. നീ ചിരിച്ചു. മാപ്പ് ചേച്ചി, മാപ്പ് ചേട്ടാ, മാപ്പ്. എന്തൊരു തലയിലെടുത്ത ഈശ്വര, കള്ളം കുടിച്ച് നാട്ടുകാരെ തല നടക്കാണോ? എന്റെ കുഞ്ഞിന്റെ ഒരു സിനിമ പിടുത്തം കാരണം ബാക്കിയുള്ളവർക്ക് സമാധാനം ഇല്ലാണ്ടായി. എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും, നിന്നെ പറഞ്ഞാലും സഹിക്കും. പക്ഷെ വൈശാഖ സാറിനെ പറ്റി ആരും പറഞ്ഞോണ്ടല്ലോ, ആര് വേണമെങ്കിലും തല്ല. സാറിനെ കളിയാക്കുന്നവർ ഓടിച്ചിട്ടതല്ല. സാറിന്റെ സിനിമയിൽ ഒരു ചാൻസ് തന്നാ മതി, ഒരു ഡയലോഗ്. സിനിമയ്ക്ക് വേണ്ടിയാ നാടകത്തിൽ നിന്ന് മാറി. ഇപ്പൊ നാടകവും ഇല്ല, സിനിമയില്ല. ദിവസം 3-4 നാടകം കളിച്ചോണ്ടിരുന്ന ആളാ. നല്ല നടന്റെ ഒരു ഗതികേട്. സിനിമ കിട്ടുവടേ, വൈശാഖ സാറിന്റെ സിനിമ. അതിൽ ഒരു ഡയലോഗ് ആരായിട്ട് ഞാൻ അഭിനയിക്കും സാർ. പിച്ചക്കാരൻ മുതലാളി, വില്ലൻ, നായകൻ, മണ്ടിപ്പിള്ളി, പ്രേം നസീർ, സോമൻ, തിരുമേനി, ജയൻ, ജഗ്ഗു. പോയേ വേണ്ടേ? ഒന്ന് വന്ന മനുഷ്യ ഇങ്ങോട്ട് വാങ്ങിട്ട് നടക്ക്. അല്ല സാറേ, ആ പ്രൊഡ്യൂസർ ഒന്ന് തല്ലിയാല പേടിപ്പിച്ച് നമുക്ക് സിനിമ എടുക്കാം. അതിലൊന്നും കയറി തലയിടരുത്, പറഞ്ഞേക്കാം. മോനെ, എന്തോ ആ ജയനെ ഒന്നോടൊന്ന് കാണിക്കാവോ? ഒന്ന് പോടോ. ഇങ്ങോട്ട് വാ മനുഷ്യ, നടക്കങ്ങോട്ട്. മാറണം. ഇനിയും എന്തൊക്കെയാണോ കാണ്ടി വരിക? ഒരു കഥ എന്തിനാ എത്ര പേടിക്കുന്നത്? 7ാമത്തെ 12ാമത്തെ സീനുകൾ ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. അച്ഛൻ ഒന്ന് കേൾക്കണം. സീനുകൾക്ക് മാറ്റമുണ്ടെന്നല്ലാതെ തന്റെ കഥയിൽ ജീവിതമില്ല, ചിന്തയില്ല. ഒരാൾക്ക് ഉള്ളതല്ലേ ഉൾപ്പെടുത്താൻ പറ്റും. ഇതേണ്ട ഇന്റർവെൽ വരെ അച്ഛനെ ഒന്ന് കേട്ടു നോക്ക്. ഇതെന്നാ കഷ്ടമാ എന്റെ കർത്താവ്. ഇവിടെ വൈശാഖന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ. താനിത് മറ്റേതെങ്കിലും പ്രൊഡ്യൂസർക്ക് കൊടുക്കാം. അവരും കൂടെ ഒന്ന് അനുഭവിക്കട്ടെ. എന്നതാടോ അച്ചായ, ഞാൻ ഈ പടത്തിന് വേണ്ടി ലീവ് എടുത്ത് നിൽക്കുക. ഞാൻ ഒരു നല്ല പടത്തിന് വേണ്ടി കാത്തിരിക്കുക. 5-10 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഒരു തല്ലിപ്പൊളി കഥയ്ക്ക് ഞാൻ തലവെച്ച് കൊടുക്കുകയല്ല. ദൈവം ഇതിന് കഥ പറയാൻ എൻ്റെ അടുത്ത് വരരുത്. വിശക്കുന്നേ വല്ലതും കഴിച്ചേച്ചും പോ. ആരാ ആരാ അങ്ങനെ പോയാലോ? എന്നാ വേണോ? ഈ നിൽക്കുന്ന വൈശാഖ സാർ ആരാണെന്നറിയാവോ? മിണ്ടരുത് അച്ചായ, ഇതൊരു വട്ട് കേസാ. പെട്ടെന്ന് വിട്ടോ. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീടിന് പുറത്ത് വന്ന് അഭ്യാസം കാണിക്കരുത്. പോടോ. എന്ത് കൂവാ? അതെ, സാറിനൊരു പ്രശ്നം വരുന്നിടത്തൊക്കെ ഞാൻ വരണ്ടേ? ഒന്ന് പോടോ. അങ്ങോട്ടല്ല സാറേ, നമുക്കൊരു കാര്യം ചെയ്താലോ? ബുദ്ധി ഉറയ്ക്കാത്ത മറ്റേതെങ്കിലും നിർമ്മാതാവിനോട് ഈ കഥ പറഞ്ഞാലോ? വേണ്ട. എടാ, അച്ഛൻ്റെ കയ്യിൽ സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് മനുഷ്യത്വം. എന്തായാലും അച്ഛൻ വിചാരിച്ചാലേ ഞാൻ രക്ഷപ്പെടും. ഭയങ്കര ഒച്ചയുണ്ടല്ലോ. ഇത് മൊത്തം ഇളകിയിരിക്കുവാ.
ഉറപ്പിച്ചില്ലേ താഴെ പോരും അതാ. അയ്യോ പിടുത്തപ്പെട്ടു പോയതാ. ഞങ്ങള് ഹൈറേഞ്ചുകാർക്ക് ഇതൊക്കെ ഒരു പതിവാ. റബ്ബറേന്നും പാറയെന്നൊക്കെ ദിവസം വീഴ്ചയാ. അതെ 3 വർഷം മുമ്പ് എവിടെ അതെ 3 വർഷം മുമ്പ് ട്രക്കറേന്ന് വീണതാ. നമ്മുടെ സബാഷിന്റെ വീടിന് മുന്നേ വെച്ചേ മാർക്കറ്റിലോട്ട് ലോഡും കൊണ്ട് പോവായിരുന്നു. ഒരു കോഴി വട്ടം ചാടിയെന്നേ, ഒറ്റ വെട്ടിയിലായിരുന്നു. ആണ്ട താഴെ കിടക്കുന്നു. ഇപ്പൊ വീണ് ശരീരത്തിന് ഒരു ബലമൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചെറിയ അപകടങ്ങളൊക്കെ വന്നാലും നേരിടാനുള്ള ശക്തിയൊക്കെ ആയിന്നേ. കല്ല് വെച്ചായിരുന്നോ? കൊച്ചേ അവിടുത്തെ ജോലിക്കാരിയാണോ? അതെ. തോന്നിയായിരുന്നു. എവിടെ വീടോടാ? എന്റെ വീടൊക്കെ തൊടുപുഴയില് തോനക്കാടാ. കൊച്ചിന്റെ വീടോടാ? ഒറ്റപ്പാലം. ഒറ്റപ്പാലം കേട്ടിട്ടുള്ളൂ. അച്ഛനായി വാ കൂലിപ്പണിയാന്നോ? അച്ഛനില്ല, അമ്മയെ ഉപേക്ഷിച്ചു പോയി. ഞങ്ങളിപ്പോ വല്ലാത്ത കഷ്ടത്തിലാ. ആ നന്നായി. എന്താ? അല്ല എന്റെ അമ്മ എപ്പോഴും പറയുവേ തള്ളത്ത് നിന്നാ വളരുകയില്ലാന്ന്. കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ കിട്ടുന്ന ചെറിയ സുഖം ഉണ്ടല്ലോ, അത് വലിയ സന്തോഷമാണ്. നേരെ മറിച്ച് സുഖിച്ച് ജീവിക്കാൻ വേണ്ടല്ലോ, എത്ര കിട്ടിയാലും നിർത്തി വരികയല്ല. ആണോ? കൊച്ചെന്നായി വാ. ഞാൻ വരുവാ. എന്നെ വിളിക്കുന്നു. ചായ കുടിച്ചായിരുന്നോ? ആ കാണാൻ കേട്ടോ. ഓ വരുവാന്നേ. ആരത്? അയ്യോ, ഒരു വാചകം പറയേണ്ട സ്ഥലത്ത് 9 വാചകം പറയുന്ന ആളാ. പ്രിയൻ ഫ്രം തോന്നക്കാട്. ഓഹോ, തൊടുപുഴ. അല്ല, ഈ വാചകാടി പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രമേ ഉള്ളോ അതോ സ്ഥിര സ്വഭാവമാണോന്ന് എന്റെ സംശയം. വാ, എന്നെ കണ്ട ജോലിക്കാരിയാണെന്ന് പറയോ? എന്താ? അയാൾ എന്റെ അടുത്ത് ചോദിക്കാ ഞാനിവിടുത്തെ ജോലിക്കാരിയാണോന്ന്. ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. വരട്ടെ. നിന്റെ ഈ കോലം കണ്ട ആർക്കും അങ്ങനെ തോന്നും. നടക്ക്, അങ്കിൾ അന്വേഷിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വൃത്തികേടുള്ള സ്ഥലമാണ് ഇപ്പൊ ഏറ്റവും വലിയ സിറ്റി. എന്താ? അല്ല ഇങ്ങനെ റോഡിലേക്ക് വേസ്റ്റ് എടുത്ത് എറിയുന്നവരാ ശരിക്കുള്ള വേസ്റ്റ് എന്ന് പറയുമായിരുന്നു. തോന്നിക്കാടാണ് കൊള്ളാലോ. തോന്നിക്കാടോ? ഈ താലൂക്ക് ഓഫീസിലേക്കുള്ള ബസ്. ഏയ് നമ്മളിന്ന് രാവിലെ കണ്ടല്ലായിരുന്നോ? ഒരു വ്യത്യാസം കേട്ടോ. കണ്ട വേലക്കാരത്തി ഒന്നും പറയത്തില്ല. അല്ല, ഞാൻ ഈ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കേ. ആണോ? ഞാനും അങ്ങനെ തന്നെ. നമ്മൾ അധ്വാനിക്കുന്നവരുടെ ആയുധം എന്ന് പറയുന്നത് ശരീരമാണ്. അപ്പൊ കൊള്ളാവുന്ന ഡ്രസ്സ് ധരിക്കുന്നത് ആ ശരീരത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമല്ലോ. ആർഭാടാകരുത് കേട്ടോ. പക്ഷേ ഇത് നല്ലതാ. എന്തിനാ അച്ഛൻ അമ്മ ഉപേക്ഷിച്ചു പോയേ? അച്ഛനോ? ആ പറഞ്ഞല്ലായിരുന്നോ? ഓ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയത് മദ്യപാനം. അടുത്ത മദ്യപാനിയായിരുന്നു. ശരിയാ. ഈ ചത്തെടുത്തും പെറ്റെടുത്തും ഇപ്പൊ മുംബൈ നിൽക്കുന്ന മദ്യോ. എന്റെ അച്ഛൻ പോയത് അങ്ങനെ നല്ല വെള്ളോടിക്കാരനായിരുന്നു. നമ്മള് തമ്മിൽ ഭയങ്കര സാമ്യം ഉണ്ടല്ലോ. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? കോളേജിലേക്ക്. കോളേജിലേക്കോ? അല്ല, കോളേജില് സാറിന്റെ മോള് രേവതിക്ക് ഇതൊക്കെ കൊടുക്കണം. കാശുകാരങ്ങനെയാണല്ലോ, ലഞ്ചും മറ്റും ജോലിക്കാരും കൊണ്ട് കൊടുക്കണം. അത് പിന്നെ അതിനെ ഇത്ര വലിയ നിരാശയായിട്ടൊക്കെ പറയുന്നത്. അത് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി അങ്ങ് ചെയ്യണമെന്നേ. എവിടെ കോളേജ്? എവിടെ? ഇവിടെ ഈ മാധവപുരത്ത്. നമ്മുടെ താലൂക്ക് ഓഫീസ് കഴിഞ്ഞിട്ടല്ലേ? അവിടെ തന്നെ. താലൂക്ക് ഓഫീസ് വഴിയല്ലേ? അയ്യോ കേറില്ല. അല്ല ഇത് ആ വഴിയാന്ന്. വരാടോ പോയി. ഇയാൾ കിടന്ന് പോവാ. ആന്നേ ഞാനും 2 മാസം ബസ്സിലെ കിളിയായിരുന്നു. പക്ഷെ സ്ത്രീകൾ കയറുമ്പോ ഇതേ കണക്ക് പോസ്റ്റ് ഇട്ട പോലെ നിൽക്കുകയില്ലായിരുന്നു. ചേട്ടാ 2 ടിക്കറ്റ്. ഒരു താലൂക്ക് ഓഫീസ് മാധവപുരം ഇല്ലേ? ഒരു മാധവപുരം. ഇവിടെ ആരാ ടിക്കറ്റ് കളാരാ?
ഹലോ ചില്ലറയില്ലല്ലോ. എന്നാ പേരെന്നാ? രാധാകൃഷ്ണൻ. അല്ലാതെ രാധാന്നല്ലല്ലോ. ഇതേ സ്ത്രീകളുടെ സീറ്റാ. സ്ത്രീകൾ ഇതുപോലെ നിൽക്കുമ്പോഴാണോ ഇതുപോലെ പുരുഷന്മാരെ കയറിയിരിക്കുന്നത്? ആ എണീറ്റ് എണീറ്റ്. താൻ അവിടെ ഇരിക്കൂ. പിന്നെ എണീക്കണോ? അല്ല വേണ്ട. നീ ഒന്ന് ചുമ്മാരുന്നേ. ഇതേ നിയമങ്ങൾ അനുസരിക്കാൻ തന്നെ ഉള്ളതാ. എവിടെയെങ്കിലും മൂത്രമൊഴിക്കാൻ പാടില്ലെന്നുള്ള ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ മൂത്രമൊഴിക്കുന്ന പാർട്ടികളാ. ഒന്ന് പതുക്കെ പറടൂ. ആ ഇതുപോലെ പതുങ്ങി നിൽക്കുന്നതുകൊണ്ടാ അമ്മ പെങ്ങന്മാർ ഇതുപോലെ നിൽക്കേണ്ടി വരുന്നത്. കാര്യം. അതെ ഞങ്ങളുടെ നാട്ടിലൊരുത്തരുണ്ട്. എന്റെ നാട് തോനക്കാടാ. ഒരു ഫിലിപ്പ്. ആകാശത്തിന് താഴെ അവൻ മാത്രമേ ഉള്ളൂ അവന്റെ വിചാരം. വായി തോന്നി എന്തും വിളിച്ചു പറയും. പെണ്ണുങ്ങളെ ഓക്കെ വഴി നടക്കാൻ സമ്മതിക്കുകയല്ല. അവസാനം ഞാനും കിഴക്കേതിലെ ജ്യോതിയും പ്രകാശനും കൂടി അവൻ അങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചു. ആ പറഞ്ഞില്ലല്ലോ പ്രകാശൻ അപ്പം മിലിറ്ററിയില്ല. അങ്ങനെ ഞാനും ജ്യോതിയും പ്രകാശനും. പൊന്നു സഹോദര ഞാൻ തോറ്റു. ഇതെന്താ റേഡിയോ ആണോ? ഓ ഇതിലും ഭേദം നിൽക്കണം. ഇങ്ങോട്ടിരുന്നോളൂ ഇങ്ങോട്ടിരുന്നോളൂ. എന്റെ അമ്മോ ഇനി ചേച്ചി പോയിരുന്നോളൂ. സ്ഥലമുണ്ടല്ലോ. കറക്റ്റ് സീറ്റ്. അതാ നല്ലത്. പുതുമോടിയാണല്ലേ? ഹലോ ഞാനും ആ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ബഹളം വെച്ച് ഭാര്യയ്ക്ക് സീറ്റൊക്കെ പിടിച്ചു കൊടുക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതന്ന്. ഇപ്പൊ ഞാനുണ്ടല്ലോ എവിടെങ്കിലും പോയി ഇരിക്കാൻ പറയും. കല്യാണം കടുപ്പം തന്നെ സ്വാമിയേ. ചുട്ടരച്ച ചമ്മന്തി കൂട്ടി കാലത്തെ കഞ്ഞി മുന്തി ചന്തയിലെത്തി ചില്ലുവലം കയറ്റി അതെ ജോലിക്കാരോ ജോലിക്കാരോ ജോലിക്കാരനോ? എന്ത് കളിയാക്ക? ഇതിലെന്നെ കളിയാക്കാൻ ഇരിക്കുന്നത്? ജോലിക്കാരാന്ന് വിളിക്കുന്നത് നല്ലതല്ലയോ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ജോലി ചെയ്യാത്തവനെന്ന് വിളിക്കുന്നതാ കളിയാക്കല്. പിന്നെ ഈ കയ്യോങ്ങലൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാ മതി കേട്ടോ. എന്നാ നോക്കി പഠിപ്പിക്കുന്നു? നല്ലണോ? നല്ല ആട്ടറാ അഭിനയിച്ച് കാണിച്ചതാ. നാടകത്തില് നല്ല സഹനടനുള്ള അവാർഡ് 3 പ്രാവശ്യം വാങ്ങിച്ചവനാണ് ഞാൻ. ഇപ്പോ വൈശാഖ സാറിന്റെ പടത്തിലൊരു ചാൻസിന് വേണ്ടിയാ ഇതൊക്കെ. ആണോ? എന്നാ കേട്ടോ, വൈശാഖൻ സാറ് പടമൊക്കെ മടക്കി ഓഫീസിൽ ചേരാൻ പോവാ. സിനിമയ്ക്കൊക്കെ കണ്ടേ കർട്ടൻ ഇട്ടു. അമ്മജി ഞാനേ വൈശാഖൻ സാർ ഒന്ന് കാണാൻ വന്നതാ. പൂനെന്നാണോ? എന്നാ? അല്ല പൂനെയിലെ സിനിമാക്കാരവന്റെ കൂട്ടുകാര്. അല്ല ഞാൻ ഓഫീസിൽ നിന്നാ. വൈശാഖൻ സാർ ജോലിക്ക് ജോയിൻ ചെയ്ത എന്റെ ജോലി പോകും. സാറിനെ കണ്ടിട്ടൊന്ന് അപേക്ഷിക്കാൻ വന്നതാ. സാറിനെ കാണാൻ. അതെ വൈശാഖ സാർ ആകത്തോണ്ട് അങ്ങോട്ട് വന്നാട്ടെ. അയ്യോ ഇതെന്നാ ഈ ചേനയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതിനൊന്നും വളം ഇടുകയല്ലേ? ആകെ കുറഞ്ഞിരിക്കുന്നു. അമ്മച്ചി വളം ഇടുമ്പോഴേ നമ്മുടെ വാഴല കരയിച്ച് കൂടെ ഇടണം. എന്നാലും നല്ല പുഷ്ടി ഉണ്ടാകത്തുള്ളൂ. സിനിമാക്കാര്യത്തിന്റെ ഇടയ്ക്ക് ചേനക്കാര്യം. അങ്ങോട്ട് വന്നിട്ട് വൈശാഖ സാറിനെ കാണാം. ഇവിടെയാണ് നമ്മുടെ ഇന്റർവെൽ. എന്തോ ഒരു ശബ്ദം. എവിടെ നിന്നാണത്? കണപ്പച്ചണ്ടേ ഇന്റർവെല്ലായി. ഇന്റർവെല്ലായി. ഓ വളരെ സന്തോഷമായി. കുറച്ച് കാലത്തിന് ശേഷം നന്നായി ഒന്ന് ഉറങ്ങി. ദേ ഞാൻ മൂത്രമൊഴിക്കാൻ പോയിട്ട് തിരിച്ചു കയറില്ലട്ടാ. സെക്കൻഡ് ഹാഫ് എനിക്ക് കാണണ്ട. കളിയാക്കുകയാണോ? ഇതുപോലുള്ള കഥകളെടുത്ത് നിങ്ങളല്ലേ പ്രേക്ഷകരെ കളിയാക്കുന്നത്? എഴുതിക്കാണിപ്പ് കഴിഞ്ഞപ്പോഴേ ഞാൻ ഉറങ്ങി. ആരോ പറഞ്ഞ പോലെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഞാൻ ഈ പടം കാണില്ല. വയറ്റിലുള്ള കോഴി വരെ കൂടില്ലേ? അനാവശ്യം പറഞ്ഞോളൂ. ഇതെന്താ അനാവശ്യം? ഈ പടം എങ്ങനെ റിലീസ് ചെയ്താൽ ഇറങ്ങുന്ന തിയേറ്ററിൽ പോയി നോക്ക്. അവിടെ കേൾക്കുന്ന അനാവശ്യമായിരിക്കുള്ള അനാവശ്യം. അപ്പൊ ഞാൻ പോകുന്നു. മക്കളെ പ്രിയ, ഈ മാതിരി ഈ ചാണാപ്പുളി കഥയായിട്ട് എന്നാൽ പ്രൊഡ്യൂസർമാരായിരിക്കും കിട്ടുക, വേറെ ചെറുതായിരിക്കും കിട്ടുക. അത് വാങ്ങിക്കാൻ റെഡി ആയിക്കോ. ആരാണ് ഈ റാസ്കൽ? ബ്ലഡി ഫൂൾ! ഇവന് സിനിമയെ കുറിച്ച് എന്ത് കിഴങ്ങാണ് അറിയാവുന്നത്? ഞാൻ ആരാണെന്ന് കരുതി? ആള് ഭയങ്കര പാവ സാറേ. ഉള്ളതുപോലെ പറയുന്ന പ്രകൃതമാ. ഈ കഥ കേട്ടിട്ട് നിനക്കെന്ത് തോന്നുന്നു? അല്ല സാറിന്റെ കഥയിലൊക്കെ കാര്യമുണ്ട്. പക്ഷേ സാറേ നമുക്കൊരു കഥ ഇഷ്ടപ്പെടുന്ന എപ്പോഴാ? ആ കഥ നമ്മുടെയും കൂടിയാണെന്നുള്ള തോന്നൽ വരുമ്പോഴല്ലയോ? ഇപ്പൊ തന്നെ ഞങ്ങളുടെ നാട്ടിലൊരു പുഴയുണ്ട്, തോനക്കാട് പുഴ. അതിനകത്ത് ഞങ്ങൾ കുളിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തന്നെ തോന്നുക അത് ഞങ്ങളുടെ തന്നെ പുഴയാണ്. പക്ഷെ അത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചാൽ തോന്നൽ വരികയില്ലെന്നേ, അകന്ന് നിൽക്കും. എന്ന് പറഞ്ഞ പോലെ സാറിന്റെ കഥാനായകനൊക്കെ കാര്യം അകന്ന് നിൽക്കുക. എങ്ങനെ അകന്ന് നിൽക്കുന്നു? എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ മരിക്കാൻ തീരുമാനിക്കുന്നു. അതിലെന്താണ് കുഴപ്പം? എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ ജീവിക്കാൻ അങ്ങ് തുടങ്ങുമ്പോഴല്ലേ സാറേ കേൾക്കുന്നവർക്ക് ഒരു സന്തോഷം ആവേശമൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ സാറിന്റെ നായികയ്ക്ക് അവക്ക് നിരാശയാന്നേ.
അവൾക്ക് ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ലേ? അവൾക്കും മരണം മാത്രമേ മുന്നിലുള്ളൂ. സാറിനോടൊക്കെ എന്നാ പറയണ്ടേ ആ, സാറേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറേ തുമ്പികളുണ്ട്. 4-5 ദിവസം മാത്രം ജീവിക്കുന്ന തുമ്പികൾ. സാറ് കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞു പറഞ്ഞു. ഓക്കെ. ഈ തുമ്പിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പമ്മി പോകും. ഞങ്ങളുടെ കൈ ഇങ്ങനെ അടുത്തെത്തുമ്പോഴത്തേക്കും അത് പറഞ്ഞു. എന്നാ കാര്യം? അതിനെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഉള്ളിലേ. അതാ മനപ്രയാസം വന്നിട്ട് ഓരോരുത്തർ ചാകാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലോകം ഇല്ലാണ്ടാവുമല്ലോ. സാറേ, പ്രശ്നങ്ങൾ വന്നിട്ട് നിരാശപ്പെടാതെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു പെങ്കൊച്ചിനെ എനിക്കറിയാം. അപ്പുറത്ത് വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിയാണ്. അയ്യോ, ഹലോ, ഇപ്പൊ പറഞ്ഞിട്ട് 100 ആയിസാ. ഇതാ ഞാൻ പറഞ്ഞിരുന്ന വൈശാഖ സാറ്. ഡയറക്ടർ. ആ, ഇവിടുത്തെ സാറിന്റെ മോളാ. രണ്ടുപേരും നല്ല ഫ്രണ്ട്സിനെ പോലെ. എനിക്കറിയാം. ഇവര് നിന്നെ കാണാൻ വന്നിരുന്നു. തനിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ. ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പൊ സിനിമ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലോ? അച്ചായ കൈവിട്ടാലും നമുക്കൊരു പ്രൊഡ്യൂസർ ആയില്ലേ? ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്. അറിയാം. സാറിന്റെ മോളെന്ത് ചെയ്യുന്നു? അവള് പഠിക്കുക. എന്തിനു പഠിക്കുന്നു? MSc. ആ കുട്ടി ഒന്ന് പറയട്ടെ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അവൾക്ക് വലിയ ഡയറക്ടേഴ്സിനോട് സംസാരിക്കാൻ പേടിയാ. അച്ഛൻ ബിസിനസ് ചെയ്യാ. അച്ഛൻ സിനിമയൊക്കെ കാണാറുണ്ടോ? ഇപ്പൊ ഏറ്റവും നല്ല ബിസിനസ് സിനിമ ബിസിനസ് ആണ്. പക്ഷേ നല്ല ഡയറക്ടേഴ്സ് ഇല്ലല്ലോ. പ്രിയ, ശരി. താൻ കാല് പിടിച്ചോണ്ടാ ഞാൻ ഈ കഥയായിട്ട് ഇങ്ങോട്ട് വന്ന്. അവളുടെ ആ ചിരിയും കളിയൊന്നും എനിക്കത്ര പിടിച്ചിട്ടില്ല. വേഷവും വർത്താനവും ഒന്നും ജോലിക്കാരുടെ ഒരു നിലയ്ക്കുമല്ല. പക്ഷേ മറ്റേ കുട്ടി, എന്താ എന്റെ പേര്? രേവതിയോ? ആ, നല്ല പേര്. അതിന്റെ വിനയം കണ്ടോ? ആ എളിമ കണ്ടോ? മീരയും പാവാ. ഞാനും മീരയൊക്കെ ഏതാണ്ട് ഒരു സ്വഭാവമാ. ഒരുപാടങ്ങ് സംസാരിക്കുന്നേ. പിന്നെ സാർ ആ രേവതിയുടെ സിനിമാക്കാരി ഒന്നും പറയണ്ടായിരുന്നു. അതൊക്കെ മോശമല്ലേ സാറേ? ഞാൻ പറഞ്ഞില്ലയോ, പ്രൊഡ്യൂസർ നമുക്ക് എങ്ങനെയും ഉണ്ടാക്കാന്നേ. ആദ്യം ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസറിലെ അച്ചായൻ, അയാളോട് ഈ കഥയെന്ന് പറഞ്ഞ് അയാളെ ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ നോക്ക്. അതൊക്കെ ആക്കാം. പക്ഷേ സാറിന്റെ കഥയിൽ ഞാൻ അല്പം മാറ്റങ്ങളൊക്കെ വരുത്തും കേട്ടോ. കള്ളപ്രിയ, സത്യം പറ, എന്നാ നീ ഇൻഡസ്ട്രിയിലായിരുന്നില്ലേ? ഇൻഡസ്ട്രിയോ? അതെന്നാ? ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിനിമാക്കാർക്ക് ഫിലിം ഇൻഡസ്ട്രിയാണ്. ഓ, ഈ ത്രെഡ് നീ എങ്ങനെ ഡെവലപ്പ് ചെയ്തു? ത്രെഡോ? ഇതെന്നാ പറയുന്നേ? ഓ, സൂപ്പർ. ഇതൊക്കെ സിനിമാ പദങ്ങളാണ്. ഈ അച്ഛനും മോനും സൈക്കിളിൽ പോകുന്നൊരു ഷോട്ട് ഉണ്ടല്ലോ, അത് നമുക്കൊരു ട്രാക്ക് ഇട്ട് പിടിക്കാം. റെയിൽവേ ട്രാക്കോ? ട്രാക്ക് ആൻഡ് ട്രോളി. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ ടിഫിൻ ബോക്സ് തുറക്കുന്ന ഷോട്ടില്ലേ, അത് നമുക്ക് എന്താ പറയാ, ഒരു ക്രെയിൻ ഇട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം. എങ്ങനെ പിടിച്ചാലും സിനിമയെ കണ്ടാവും. രേവതി. ഇതെവിടെ പോയതാ? ഷോപ്പിങ്ങിന് പോയതാ. ആണോ? അതെ, പിന്നെ നമ്മുടെ അച്ചായ സാറിന് കഥ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ പ്രിയൻ പറഞ്ഞു. പൂനെന്ന് പഠിച്ചിറങ്ങിയതല്ലേ ഞാൻ. അല്ല, രേവതി എന്തിനാ പഠിക്കുന്നു പറഞ്ഞില്ല? MSc. MK ഗ്രൂപ്പിന്റെ MD യുടെ മോളാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. ബൈ ദ ബൈ, അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറത്ത് എവിടേക്കാണ് ബിസിനസ് ഉള്ളത്? ശ്രീലങ്കയിലും ദുബായിലും. ഹലോ, ഞാൻ ഈ കുട്ടിയോടാണ് സംസാരിക്കുന്നത്. എന്ത് ചോദിച്ചാലും താൻ എന്തിനാണോ മറുപടി പറയുന്നത്? അത് മീര എന്നെ പോലെ തന്നെ. സാറ് ചൂടാന്നിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ആള് ഭയങ്കര ശുദ്ധനാ. ആര് പറഞ്ഞു ഞാൻ ശുദ്ധനാണെന്ന്? ആര് പറഞ്ഞു? ഞാൻ ചൂടനാ, മഹാചൂടനാ. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ സാർ എത്രമാത്രം ശുദ്ധനാന്ന്? സാറ് ചൂടാവുന്നതുകൊണ്ട് നമുക്ക് തന്നെ അങ്ങ് ചിരി വരുന്നേ. എന്നാ പിന്നെ ഇവരങ്ങ് പൊക്കോട്ടില്ലയോ? അല്ല, എന്താ ഇത്ര ധൃതി? അല്ല, അവര് വീട്ടിലൊക്കെ അന്വേഷിക്കുന്നേ. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞു. എന്നാ പൊക്കോ. പിടിച്ചിരിക്കണം കേട്ടോ. അതൊക്കെ പോയാ മതി. പോക്ക് കണ്ടു. ഒരു കോടീശ്വരന്റെ മകളാണെന്നുള്ള ഭാവമേ ഇല്ല. പിന്നെ പ്രിയ, ഇപ്പൊ ക്രെയിൻ താഴെ നിൽക്കുകയാണ്.